മലയാള സിനിമയിലെ അനേകം ഹിറ്റ് ചിത്രങ്ങൾക്ക് സംഗീതത്തിലൂടെ ജീവൻ പകർന്ന പ്രമുഖ സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം. ഗാനങ്ങളിലൂടെയും പശ്ചാത്തല സംഗീതത്തിലൂടെയും മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന്റെ സംഗീതം എന്നും മായാതെ നിലനിൽക്കും. മലയാളികൾക്ക് ഏറെ സുപരിചിതനായ സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം. ഗിറ്റാറിസ്റ്റായി 1971 സംഗീത സംവിധായകൻ വിജയഭാസ്കറിനൊപ്പമായിരുന്നു സിനിമയിൽ തുടക്കം കുറിച്ചത്. 1975 കന്നഡ സിനിമകളിൽ അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറായി ചുവടുറപ്പിച്ചു. പ്രേമയുദ്ധ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ 1981 സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത്. മലയാള സിനിമയിൽ രാഘവൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സംഗീതജ്ഞർക്കൊപ്പം വെങ്കടേഷ് മാൻഡലിൻ വായിച്ചും അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറായും പ്രവർത്തിച്ചു. സത്യനന്ദിക്കാട് ചിത്രമായ TP ബാലഗോപാലൻ MAയിൽ AT ഉമ്മറിന്റെ അസിസ്റ്റന്റായി പശ്ചാത്തല സംഗീതമൊരുക്കി. പിന്നീടാണ് മലയാള സിനിമകളിൽ സംഗീത സംവിധായകനായി സജീവമാകുന്നത്. ഡെന്നിസ് ജോസഫും തമ്പി കണ്ണന്താനവുമായിരുന്നു SP വെങ്കിടേഷിനെ മലയാളത്തിൽ കൂടുതൽ പരിചിതനാക്കിയത്. തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകനിലെ സംഗീതവും പശ്ചാത്തല സംഗീതവും മലയാളികളെ അത്രമേൽ ത്രസിപ്പിച്ചു. 90കളോടെ SP വെങ്കടേഷ് മലയാളത്തിൽ തിളങ്ങി. രാജാവിന്റെ മകൻ, കിലുക്കം, ദേവാസുരം, വാത്സല്യം, മിന്നാരം, മാന്നാർ മത്തായി സ്പീക്കിംഗ്, സ്ഫടികം തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം ഇടം നേടി. ഗാനങ്ങളിലൂടെയും പശ്ചാത്തല സംഗീതത്തിലൂടെയും സിനിമയ്ക്ക് പുതുമ നൽകിയ സംഗീത പ്രതിഭയ്ക്ക് മെട്രോ 7 ന്യൂസിന്റെ പ്രണാമം. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി. 1008 ജംഗ്ഷൻ, അരൂക്കുറ്റി, വടുതല.